18 പേരാണ് ലൈഫ് ബോട്ടിൽ ഉണ്ടായിരുന്നത്, ലൈഫ് റാഫ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അയാൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. കാണാതായ 4 പേരിൽ 2 പേർ തായ്വാൻ പൗരന്മാരും ഒരാൾ ഇന്തോനേഷ്യനും ഒരാൾ മ്യാൻമാർ പൗരനുമാണ് എന്നാണ് ഇപ്പോൾ നേവി സ്ഥിരീകരിച്ചു നൽകുന്ന വിവരം. ഇവർ 4 പേരെയും കാണാതായിട്ടുണ്ട്. ഇവർ കപ്പലിനുള്ളിലാണോ പുറത്താണോ എന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയും ഈ ഘട്ടത്തിലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കപ്പൽ ഏതാണ്ട് നിയന്ത്രണം വിട്ട അവസ്ഥയിൽ തന്നെയാണ് കടലിൽ ഉള്ളത് എന്ന കാര്യവും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. നേരത്തെ രാവിലെ 11 മണിയോടുകൂടിയാണ് അപകടം എന്ന നിലയിൽ ഒരു വാർത്ത വന്നിരുന്നെങ്കിലും എല്ലാ 9:30 തന്നെ അപകടം സംഭവിച്ചിട്ടുണ്ട്. തീപിടുത്തം 9:30 തന്നെ ഈ സിംഗപ്പൂർ ഫ്ലാഗ്ഡായുള്ള കപ്പലിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഇപ്പോഴും അങ്ങോട്ടേക്ക് കപ്പലുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള കപ്പലുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അടക്കം നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഈ 4 പേരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഈ രക്ഷപ്പെടുത്തിയവരെ കേരള തീരത്തേക്ക് തന്നെയായിരിക്കും എത്തിക്കുക എന്ന കാര്യത്തിലും ഏതാണ്ട് ഉറപ്പിക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സംയുക്തമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഇതിനകത്ത് പലതരത്തിലുള്ള വസ്തുക്കൾ തീപിടിക്കുന്നത് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തനിയെ തന്നെ, അതായത് വായുവുമായി കലർന്നാൽ തന്നെ തീപിടിക്കുന്ന വസ്തുക്കളുണ്ട്, തീപിടിക്കുന്ന ദ്രാവകങ്ങളുണ്ട്, ഖരവസ്തുക്കളുണ്ട്. ഒപ്പം തന്നെ ടോക്സിക്കായ വിഷാംശങ്ങൾ ഉള്ള വസ്തുക്കളും കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ട്. ആദ്യം ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഏതാണ്ട് 20 കണ്ടെയ്നറുകളാണ് കടലിൽ വീണിരുന്നത്. അതിനപ്പുറമോ ഉണ്ടോ എന്ന കാര്യത്തിൽ അടക്കം കൂടുതൽ സ്ഥിരീകരണങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനങ്ങളാണ് ആദ്യം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. അവർ പകർത്തിയ ദൃശ്യങ്ങളും മറ്റുമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. കേരള തീരത്ത് ഇപ്പോൾ ഒരു ജാഗ്രതാ മുന്നറിയിപ്പും നിലവിൽ ഇല്ല. എത്തരത്തിൽ ഈ കപ്പലിലുള്ള വസ്തുക്കൾ എന്തെങ്കിലും കേരള തീരത്തേക്ക് എത്തുമെങ്കിൽ മാത്രമായിരിക്കും കോസ്റ്റ് ഗാർഡിൽ നിന്നും അറിയിപ്പുണ്ടാകുക. അതിനനുസരിച്ചായിരിക്കും ദുരന്ത നിവാരണ അതോറിറ്റി നടപടികൾ സ്വീകരിക്കുക. ഇപ്പോൾ ഈ കേരള തീരത്തേക്ക് രക്ഷപ്പെട്ടവരെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമികമായി ചികിത്സ നൽകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള തീരുമാനം മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ഇപ്പോൾ മെയ് 25-നാണ് കേരള തീരത്ത് മറ്റൊരു കപ്പൽ അപകടം നടന്നത്. അത് എൽസ 3 MSC കമ്പനിയുടെ എൽസ 3 കപ്പൽ കൊച്ചി പുറംകടലിൽ മറിയുകയായിരുന്നു ഉണ്ടായത്. അതിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും കേരളത്തിന്റെ പരിസ്ഥിതിക്കൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആഘാതങ്ങൾ നമുക്കറിയാം. പ്ലാസ്റ്റിക്കിന്റെ മാലിന്യങ്ങളും മറ്റും ഇപ്പോഴും നമ്മുടെ തീരങ്ങളിലേക്ക് അടിഞ്ഞുകൂടുന്ന അവസ്ഥയുണ്ട്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഉള്ളതിനാൽ തന്നെ നിലവിൽ എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ അത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകും. ഏറ്റവും അവസാനത്തെ വിവരങ്ങൾ പ്രകാരം നമുക്ക് അറിയാം, അപകടത്തിൽപ്പെട്ടത് വാൻഹായ് 503 എന്ന കപ്പലാണ്. ഇത് സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലാണ്. കപ്പൽ കമ്പനി സിംഗപ്പൂരിലേത് തന്നെ ആവണം എന്നില്ല. ഇത്തരം കപ്പലുകൾ വിവിധ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ബേപ്പൂർ തീരത്തു നിന്നും 88 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി നൽകുന്ന വിവരം. ഔദ്യോഗികമായി തന്നെ നേവി നൽകുന്ന വിവരമാണ്. ഒപ്പം തന്നെ അതിനകത്ത് പറയുന്നത് കൊളംബോ തുറമുഖത്തു നിന്നും, ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തു നിന്നും മുംബൈയിലെ നവി മുംബൈയിലേക്ക് പുറപ്പെട്ട ചരക്ക് കപ്പലാണ് ഇത് എന്നുള്ളതാണ്. 7-ാം തീയതി കൊളംബോയിൽ നിന്നും പുറപ്പെട്ട് 10-ാം തീയതി, അതായത് നാളെ നവി മുംബൈയിൽ എത്തിച്ചേരേണ്ടതായിരുന്നു ഈ ചരക്ക് കപ്പൽ എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇന്ന് രാവിലെ കപ്പൽ അപകടത്തിൽപ്പെട്ടത്. എങ്ങനെയാണ് ഇതിനകത്ത് തീപിടിച്ചു തുടങ്ങിയത് എന്ന കാര്യത്തിൽ വ്യക്തത നമുക്ക് ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിനകത്ത് തനിയെ തീപിടിക്കാൻ കഴിയുന്ന വസ്തുക്കളുണ്ട്. അത്തരം വസ്തുക്കൾ വായുവുമായി കലർന്നാൽ തന്നെ തീപിടിക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ അതെങ്ങനെ കലരുന്ന സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാണ്. അപ്പോൾ അതിൽ ഏത് വസ്തുവിനാണ്, ദ്രാവക രൂപത്തിലുള്ളതിനാണോ തീപിടിച്ചത് ആദ്യം, അതോ ഖരരൂപത്തിലുള്ളതിനാണോ തീപിടിച്ചത്, എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ കൂടി ലഭ്യമാവേണ്ടതുണ്ട്. 22 പേരായിരുന്നു കപ്പലിലെ ജീവനക്കാരായി ഉണ്ടായിരുന്നത്. 18 പേർ കടലിലേക്ക് ചാടി. അവർ രക്ഷാബോട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളുടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതും നേവി സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ
ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം നടക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ 6 കപ്പലുകളാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ആ പ്രദേശത്തേക്ക് പുറപ്പെട്ടിരുന്നത്. അതിൽ ചില കപ്പലുകൾ എത്തിച്ചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആദ്യം തന്നെ എത്തിയ ഡോണിയർ വിമാനങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃപരമായ പങ്ക് വഹിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും തീ കപ്പലിലേത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിനകത്ത് തീ പിടിക്കുന്ന വസ്തുക്കൾ കൂടുതലായിട്ടുണ്ട്. സ്വാഭാവികമായും കപ്പലിന്റെ 4 ജീവനക്കാർ മിസ്സിംഗ് ആണ്. ബാക്കി 18 പേർ കടലിൽ ചാടി രക്ഷാബോട്ടിൽ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും കപ്പൽ നിയന്ത്രണം വിട്ട നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഉൾക്കടലിൽ ഉള്ളത്. പക്ഷേ കപ്പൽ ഇതുവരെ മറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കപ്പൽ താന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെയുമുള്ള വിവരങ്ങൾ. അല്പസമയത്തിനകം പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്ത്യക്കാരും ഈ കപ്പലിൽ ജീവനക്കാരായി ഉണ്ടായിരുന്നില്ല എന്ന വിവരമാണ് ഇതുവരെയുള്ളത്. തായ്വാൻ, മ്യാൻമാർ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉള്ളവരാണ് ഇതിനകത്ത്